നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. കടന്നലുകള് എന്നെ തന്നെ ആക്രമിക്കാൻ കാരണം എന്താ? ഏതായാലും കടന്നലുകൾക്ക് വ്യക്തി വൈരാഗ്യമൊന്നും കാണില്ല. പക്ഷേ നിന്നെ കണ്ടപ്പോ ലേശം അഹങ്കാരമില്ലേ ഇവൾക്ക് എന്ന ഭാവത്തില് ഓടിച്ചിട്ട് കുത്തിയതായിരിക്കും. ഈ തമാശയൊക്കെ പറയുമ്പോഴേ ACP കാണാൻ കൊള്ളാം. അല്ലാത്ത സമയത്ത് നോക്കുമ്പോ പേടി തോന്നും. കുഞ്ഞു കരയുന്നു, ഞാൻ എടുക്കട്ടെ? ഏയ് വേണ്ട വേണ്ട, മീനാക്ഷി ഇവിടെ ഇരുന്നോ, കുഞ്ഞിന് ഞാൻ എടുത്തോളാം. ആരാരോ ആരിരാരോ അച്ഛന്റെ മോൾ ആരിരാരോ, ആരാരോ ആരിരാരോ അച്ഛന്റെ മോൾ ആരിരാരോ, ആരാരോ ആരിരാരോ അച്ഛന്റെ മോൾ ആരാരോ. ഞാൻ പാട്ട് പാടിയിട്ടും ഈ കുഞ്ഞെന്താ ഉറങ്ങാത്ത? ഇതാണോ പാട്ട്? ഇതേതാണ്ട് ടിമ്പർ മില്ലിലെ മരം അറുക്കുമ്പോഴുള്ള ശബ്ദം പോലെ. മതി കളിയാക്കിയത്. പോലീസുകാരുടെ ഉള്ളിലും സംഗീതജ്ഞരൊക്കെ ഉണ്ട്, അത് മറക്കണ്ട. ഓ വേണ്ട വേണ്ട കരയണ്ട കേട്ടോ. ഓ ഓ ഓ ഓ ഇതാ ഓ കുഞ്ഞാരിലാരോ ഉറങ്ങിക്കേടി, ഉറങ്ങിക്കോ. ഓ ഓ ഓ ഓ കണ്ടോ അമ്മ എടുത്തപ്പോ ഇതിന്റെ കരച്ചിൽ നിന്നത്? അമ്മ എടുത്ത എന്റെ പൊന്നുമോള് കരച്ചിൽ നിർത്തും. കൊണ്ടോടാ പൊന്ന്, അമ്മയുടെ കവിളത്തിട്ട് കിളവി കുത്തിയത്. കിളവിയല്ല, കുളവി. അമ്മയ്ക്കിട്ട് ഒത്തിരി കുത്തിയടാ ആ കാട്ടു കടന്നലുകള്. ദേ അവിടേക്ക് മോളുടെ അച്ഛൻ മരുന്ന് പുരട്ടി തന്നത് കണ്ടോ? മോളുടെ അച്ഛൻ ചില സമയത്ത് കടുവയുടെ സ്വഭാവമാണെങ്കിലും മനസ്സ് വെറും പനിനീർപ്പുവാ. ഒരു പാവം ക്രൂരനാ ഈ ACP. ഈ ജയേട്ടൻ എന്താ ഈ കാണിക്കുന്നത്? അറിയാൻ മറ്റോ വേവിക്കാണല്ലോ. ഇതെന്ത് കാര്യത്തിനാ? ഇവനെ എങ്ങനെയാണ് ഊട്ടിയെടുക്കുന്നത്? ഞാനിപ്പോ ഒറ്റക്കൈനാണല്ലോ. അയ്യോ ജയേട്ടാ, അത് താഴെ വച്ചേ. മാറിയേ, ഞാൻ ചെയ്യാം.
ഒരു കൈ കെട്ടിവെച്ചിരിക്കുക, അത് വയ്യാത്ത കയ്യുവാ. ഒറ്റ കൈ കൊണ്ട് ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്യരുത്. തിളച്ച കഞ്ഞിയാ, അത് മേത്തോട്ടെങ്ങനെ വീണാലോ. ഈ ഒരു കൈ മാത്രം വെച്ച് ഇത്തരം റിസ്ക് ഉള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്. ഒറ്റയ്ക്കായി പോയൊരു മനുഷ്യനല്ലേ ഞാൻ. ഇതൊക്കെ പഠിക്കണ്ടേ? യഥാസമയം ആഹാരം എത്തിക്കുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാ ഈ വേണ്ടാത്ത പണി ചെയ്യുന്നേ? കഴിവതും മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കാനാ. അതാണ് ഇനി എന്റെ ആഗ്രഹം. ഒരാൾക്ക് 3 നേരം ആഹാരം കൊടുത്തു വിടുന്നത് എനിക്കൊരു ബുദ്ധിമുട്ടല്ല. അതിഥികൾ വന്ന് താമസിച്ചാലും ചെമ്പകമംഗലത്ത് ഇത് പതിവുള്ളതാ. ഇവിടുത്തെ മൂത്ത മകനായിട്ട് ജനിച്ചവനാണ് ഞാനെങ്കിലും ഇപ്പോ ഞാനിവിടുത്തെ ഒരു അതിഥിയല്ലേ. അതിഥിയായി പോയതിന് ഞാൻ നിരപരാധിയാണ്. ദേവി, പരോട് തീരാൻ ഇനി കുറച്ചു ദിവസങ്ങൾ മാത്രം. പക്ഷേ ഈ ദിവസങ്ങളിൽ ഞാൻ അനുഭവിച്ച സന്തോഷം ചെറുതല്ല. മരുഭൂമിയിൽ ഒരുക്കിയ മനുഷ്യന് മരുപ്പച്ച കണ്ടാലുള്ള സന്തോഷം അത്. ഇതെന്തായാലും പിറന്ന വീടല്ലേ. എത്ര നാളുകൾക്ക് ശേഷമാ ദേവിയുടെ കൈകൊണ്ടുണ്ടാക്കിയ ആഹാരം ഞാൻ കഴിക്കുന്നത്. ഈ സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ. എന്റെ ജീവൻ രക്ഷിച്ച ആളല്ലേ ജയേട്ടൻ. ഒരപകട മരണത്തിൽ നിന്ന് എന്നെ രക്ഷിച്ച ആളോട് എനിക്ക് നന്ദിയും കടപ്പാടും ഉണ്ടാവാതിരിക്കോ? ഞാൻ കാരണോ ജയേട്ടന്റെ കൈ ഇങ്ങനെ ആയത്. അതില് എനിക്കുള്ള സങ്കടം ചെറുതല്ല. ദേവി, ഇതെന്താ ഇങ്ങനെ? അതിന് അപ്പുറത്ത് നിന്ന് സംസാരിക്കുന്നത്. ഞാൻ ദേവിക്ക് അന്യനല്ലല്ലോ. ദേവിക്ക് ആപത്ത് പറ്റിയാൽ രക്ഷിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കില്ലേ? എനിക്ക് ജയേട്ടനോട് സ്നേഹമുണ്ട്. അതിരിക്കപ്പിണ്ണം വെച്ചതായാലും എന്റെ അമ്മ പ്രസവിച്ച മകൻ എന്ന നിലയിലുള്ള സ്നേഹം. ദേവി, അതായത് ഞാനിപ്പോ തരുന്ന ആഹാരത്തിന് രുചിയുണ്ടാവാം, പക്ഷെ അതില പഴയ ദേവിയുടെ സ്നേഹമില്ല. നിൽക്കൂ. ഉള്ളുകൊണ്ട് നോവിക്കുമ്പോഴും ഉള്ളുകൊണ്ട് സ്നേഹിക്കാൻ കഴിയുന്ന ഒരാളെ ചില ദിവസങ്ങളായി ഞാൻ കാണുന്നു. അതൊരു സ്ത്രീയാണ്. അവരുടെ പേരാണ് നന്ദിനി ദേവി. ദേവി എത്ര കുത്തി നോവിച്ചാലും എൻ്റെ ഹൃദയത്തിന് വേദന വരില്ല. കാരണം എൻ്റെ ഹൃദയം നിറയെ എന്നും ദേവിയായിരുന്നു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.